ഒത്തിരി മിസ്സായിട്ടുണ്ട്. അതിപ്പോൾ അത് എണ്ണമെടുക്കാൻ പോലും പറ്റില്ല, അത്ര തന്നെ. പറ്റില്ല. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്തങ്ങ് പോകല്ലേ. ഓക്കെ. അപ്പം പോകുമ്പം നമ്മൾ കടന്നു പോകുമ്പോഴോ അല്ലെങ്കിൽ ഒരിടത്ത് ചെല്ലുമ്പോഴോ ഒക്കെ പലവിധ കാരണങ്ങളൊക്കെ ഉണ്ട്. അതൊന്ന് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഒരു രാജ്യത്ത് നിന്ന് അടുത്ത രാജ്യത്തേക്കുള്ള ബോർഡർ ക്രോസിങ്, അത് പലപ്പോഴും നടന്നൊക്കെ പോകും. അപ്പോൾ ഈ നടന്നു പോകുമ്പോൾ പലയിടത്തും നമുക്ക് ആ പ്രോസസ്സ് മുഴുവൻ ഒന്ന് കാണിക്കണമെന്നുണ്ട്. പക്ഷേ അത് സാധ്യമല്ലല്ലോ. പോലീസ് ഉണ്ടാവും, ചിലപ്പോൾ ആ പോലീസ് തന്നെ അല്ലെങ്കിൽ അവിടുത്തെ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ നമ്മളെ പിടിച്ചു നിർത്തി ഷൂട്ട് ചെയ്തെല്ലാം കാണിക്കാൻ പറയും, ചിലത് ഡിലീറ്റ് ചെയ്യും, അത് കാണിക്കരുത് എന്ന് കർശനമായിട്ട് പറയും. അങ്ങനെയൊക്കെയുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മളൊരു ട്രാവലോഗ് ഷൂട്ട് ചെയ്യുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മിസ്സാവും. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചില ഉത്സവങ്ങളൊക്കെ നടക്കും, അല്ലെങ്കിൽ ഓണം തന്നെ നടക്കും, പല പല പരിപാടികൾ റോഡിൽ നടത്തുന്നത് നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ നമ്മൾ റോഡിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വിദേശത്ത് ഏതെങ്കിലും രാജ്യങ്ങളിൽ ചെന്നപ്പോൾ നമുക്ക് അയ്യോ വെയിറ്റ് ചെയ്ത് ഇത് പെട്ടുപോയല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല ഇതുവരെ. ഇല്ല. കാരണം അങ്ങനെ ഇപ്പോൾ ഒരു റോഡിൽ അവിടെയൊക്കെ ഒരു റോഡിൽ ഇപ്പോൾ ബ്ലോക്ക് ഉണ്ടാകുന്ന തരത്തിൽ എന്തെങ്കിലും പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി അധികാരികളെ അറിയിക്കും. അവരനുമതി കൊടുത്തെങ്കിലേ ഏത് രാജ്യത്തും ഇത്തരം ഒരു പരിപാടി ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് എറണാകുളത്തെ MG റോഡിൽ അങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നുണ്ട്, ബ്ലോക്ക് ആവുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് തന്നെ പോലീസ് മറ്റു റൂട്ടുകൾ ഉണ്ടാക്കി ഇവർക്ക് ബ്ലോക്ക് ആവാത്ത രീതിയിൽ മറ്റു റൂട്ടുകളിലേക്ക് ഡൈവേർട്ട് ചെയ്തവരെ വിട്ടിരിക്കും. അതങ്ങനെ ആസൂത്രണം ചെയ്താണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ അറിയില്ലത്. ഇപ്പോൾ എന്തായാലും ഓണക്കാലത്തിൻ്റെ വിശേഷങ്ങൾ പതിവുപോലെ വർക്കിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ നാടിനെ സംബന്ധിച്ച് നോക്കിയാൽ ചന്ദ്രയാൻ 3 ഏറ്റവും അധികം ഒരു ഹിസ്റ്ററി തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. എന്താണ് ലോക രാജ്യങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ SGKയുടെ ഭാഗത്തു നിന്ന് ഇന്ത്യക്ക് ഈ നേട്ടത്തെക്കുറിച്ച് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അതൊരു വലിയ നേട്ടം തന്നെയല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ പോലൊരു രാജ്യത്ത് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ ISRO എന്ന് പറഞ്ഞൊരു സ്ഥാപനം ഈ ഒരു ലക്ഷ്യത്തിനൊക്കെ വേണ്ടിയിട്ട് സ്ഥാപിക്കുമ്പോൾ അന്ന് ജനിച്ചിട്ട് പോലും ഇല്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പോൾ എൻ്റെ പൂർവികരുടെ, നമ്മുടെ ഭരണാധികാരികളുടെ, ക്രാന്തദർശികളായ ശാസ്ത്രജ്ഞന്മാരുടെ, വിക്രം സാരാഭായിയെ പോലെ ഒക്കെയുള്ള ആളുകളുടെ, അല്ലെങ്കിൽ ഹോമി ജഹാംഗീർ ഭാഭയെ പോലുള്ള ആളുകളുടെ, ഇവരുടെയൊക്കെ വിഷൻ ആണല്ലോ നമ്മളെ ഇന്ന് ശാസ്ത്രമേഖലയിൽ ഇത്ര ഉയരത്തിലേക്ക് എത്തിച്ചത്. അവരെയും കൂടെ നമ്മൾ സ്മരിക്കണം ഈ സമയത്ത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കാരണം അല്ലാതെ ഇന്നത്തെ ഒരു ശാസ്ത്രജ്ഞൻ ബട്ടൺ ഇട്ടപ്പോൾ പോയി ചന്ദ്രനിൽ പോയി ഇറങ്ങിയതല്ല ഈ ബഹിരാകാശ വാഹനമൊന്നും. എത്രയോ തലമുറകൾ അതിനുവേണ്ടി അധ്വാനിച്ച് ഘട്ടം ഘട്ടമായിട്ട് രോഹിണി എന്ന് പറയുന്ന ഒരു റോക്കറ്റ് ആദ്യം വിക്ഷേപിച്ചത്, ആദ്യകാലത്ത് വിക്ഷേപിച്ച എത്രയോ റോക്കറ്റുകൾ ബംഗാൾ ഉൾക്കടലിൽ പോയി വീണത്, അതൊക്കെ വീഴുമ്പോൾ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും പത്രക്കാരും ഒക്കെ ഈ ISROയെ പരിഹസിച്ചത് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതെല്ലാം കടന്ന് അതിൽ നിന്ന് പാഠങ്ങൾ പഠിച്ച് എത്രയോ തലമുറകളുടെ പരാജയങ്ങളുടെ കഥകളും ഇതിൻ്റെ പിന്നിലുണ്ട്. ഇതെല്ലാം കൂടെ ചേർന്നാണ് ഇന്ന് ചന്ദ്രനിൽ പോയി സോഫ്റ്റ് ലാൻഡിങ് നടത്തിയ ആ വിജയം. അപ്പം ഇത് ഞാനെപ്പോഴും ഒന്നിനെ സമഗ്രമായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നത്. ഏറ്റവും അവസാനം ഒരു റിലേ ടീമിൻ്റെ ബാറ്റണം കൊണ്ട് ഓടി മേടിക്കുന്ന അയാൾക്ക് മാത്രമല്ല സ്വർണ്ണ മെഡൽ കിട്ടുക. ആദ്യത്തെ ലാപ്പ് ഓടിയ ആൾക്കും സ്വർണ്ണ മെഡലിന് അർഹനാണ്. തീർച്ചയായിട്ടും. ഈ ഒരു ISROയുടെ വിജയം കഴിഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ സോഷ്യൽ മീഡിയ നോക്കിയപ്പം ആക്ടർ മാധവൻ ഒരു ലൈവ് വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സും ഫണ്ടും വെച്ച് നമ്മുടെ രാജ്യം ഇത് അച്ചീവ് ചെയ്തതിൽ വലിയൊരു നേട്ടമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ശാസ്ത്രത്തിന് വേണ്ടിയെങ്കിലും അത്രയ്ക്ക് ഫണ്ടിങ്ങിന് പിന്നോക്കം വരുന്നതല്ല, അത്രേ ആവശ്യമുള്ളൂ എന്നുള്ളതുകൊണ്ടാണ്. ഇത് പോയതിന് കുറവൊന്നും വന്നില്ലല്ലോ. ഇല്ല, അവിടെ പോയി ലാൻഡ് ചെയ്യാൻ അത്രയും മതിയായിരുന്നല്ലേ എൻ്റെ അർത്ഥം. ഓക്കെ. അതായത് കൂടുതൽ പൈസ കൂടെ ചിലവാക്കിയ വേറെ എവിടെയെങ്കിലും പോയി ഇറങ്ങുകയും ചന്ദ്രനിൽ തന്നെ പോയി ഇറങ്ങാൻ പറ്റുള്ളൂ. അപ്പം ഒരു റോവറിന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു ബഹിരാകാശ വാഹനത്തിന് ചന്ദ്രത്തിൽ പോയി ഇറങ്ങാൻ ആ പണം മതിയായിരുന്നു എന്നല്ലേ എൻ്റെ അർത്ഥം. അതിൻ്റെ അർത്ഥം അതിൻ്റെ ഇരട്ടി പൈസ മുടക്കിയതുകൊണ്ട് എന്താ ഗുണം? തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. അപ്പം നാസ ഇത് ചിലവാക്കുമ്പോൾ പൈസ കൂടുന്നതിൻ്റെ കാര്യം എന്താ? അവിടെ ഓരോ സേവനങ്ങൾക്കും അവിടുത്തെ പല കാര്യങ്ങൾക്കും ചിലവ് കൂടുതലാണ്. ഡോളറിലാണ് കൊടുക്കുന്നത്. അവിടുത്തെ ശാസ്ത്രജ്ഞന്മാരുടെ ശമ്പളം പോലും ഇന്ത്യയിലേതല്ല. അവിടുന്ന് കിട്ടുന്ന ഇപ്പം നമ്മൾ സബ് കോൺട്രാക്ട് കൊടുക്കുക, നാസ പോലും പലർക്കും സബ് കോൺട്രാക്ട് കൊടുക്കുക പല കാര്യങ്ങൾ ഉണ്ടാക്കാൻ. ISRO അങ്ങനെയല്ല. ISROയ്ക്ക് ഒരു ഫാക്ടറി ഇല്ല ഇതുണ്ടാക്കാൻ. പലരെ കോൺട്രാക്ട് കൊടുത്ത് LNT മുതൽ ടാറ്റ മുതൽ ഒത്തിരി കമ്പനികൾ ഇവർക്ക് വേണ്ടി ഓരോ കമ്പോണൻസ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നിരക്ക് ഇന്ത്യയിൽ കുറവാണ്. ഇന്ത്യയിൽ ഏത് സാധനവും മാനുഫാക്ചർ ചെയ്യാൻ കോസ്റ്റ് കുറവാണ്, എക്സിക്യൂട്ട് ചെയ്യാൻ കോസ്റ്റ് കുറവാണ് എന്നതുകൊണ്ട് സംഭവിക്കുന്നതാണ്. അല്ലാതെ ഇല്ലാത്ത പൈസ കൊണ്ട് ഒന്നും സാധിക്കില്ല. പൈസ അതിനൊക്കെ കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്റിന് പ്രപ്പോസൽ കൊടുത്ത് ഒരു ബഡ്ജറ്റ് കൊടുത്ത് ഈ മിഷൻ ഇത്ര വേണമെന്ന് ISRO ആവശ്യപ്പെടുന്ന തുകയാണല്ലോ സർക്കാർ കൊടുക്കുന്നത്. തീർച്ചയായിട്ടും. അല്ലാതെ അതിൻ്റെ പകുതി എന്താ, ഈ പകുതി കൊണ്ട് പകുതി ദൂരം പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് വെട്ടി കുറയ്ക്കാറില്ലല്ലോ. ഇപ്പോൾ ഈ സ്പേസ് ട്രാവൽ ഇപ്പം ഇലോൺ മസ്ക് പോലെയുള്ളവരും, ഇപ്പോൾ സാറ് തന്നെ ഒരു കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ വളരെ അടുത്ത് ഞാൻ കേട്ടിരുന്നു $2 ലക്ഷം ഓൾറെഡി അതിന് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യം. അപ്പം നമ്മളിപ്പോൾ ഒരു വിഭാഗം ജനങ്ങൾ പറയും ഇതിനൊക്കെ എന്തിനാണ്, വെറുതെ പൈസ ചിലവാക്കാനാണ്, അല്ലെങ്കിൽ ഇതിനെ കൊണ്ടൊന്നുള്ള ഒരു ആവശ്യകത ഇല്ല എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ മനസ്സിലാകത്തക്ക രീതിയിൽ ഇതിൻ്റെ ഈ സ്പേസിനെ കുറിച്ചുള്ള പഠനവും ആ സ്പേസിനെ കുറിച്ചുള്ള ടൂറിസവും
ഇനി ഫ്യൂച്ചറിലേക്ക് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ടൊന്ന് പറഞ്ഞു കൊടുക്കാം? അത് മനസ്സിലാകാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഞാൻ സമയം കളയണ്ട. അടുത്ത ചോദ്യത്തിലേക്ക് പോകും. ശരി, അങ്ങനെയാണെങ്കിൽ ഓണക്കാലമാണ്. മഹാബലി തമ്പുരാൻ വന്നിട്ട് ഒരു 3 വരം ചോദിക്കാനായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ടോ എന്തൊക്കെയായിരിക്കും 3 വരം ചോദിക്കുക? ഇപ്പോൾ ഞാൻ പലപ്പോഴും റിയാലിറ്റിയുടെ ലോകത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് ഈ എന്താണ് നമ്മുടെ സോ കോൾഡ് മിത്തുകളുടെ ലോകത്ത് ഞാൻ അധികം ജീവിതം സമയം കളയാറില്ല. എന്നാലും ഒരു കാര്യം പറയുകയാണ്, അപ്പൊ നമ്മുടെ മനസ്സിൽ കാണും ഇത് വളരെ ഒരു മാജിക് സ്റ്റിക്കൊക്കെ വെച്ച് കറക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ എന്തെങ്കിലും ഒരു കാര്യം ജീവിതത്തിൽ മാജിക് സ്റ്റിക്ക് നല്ല കഠിനാധ്വാനം ചെയ്താൽ പോലും വേണ്ടിടത്ത് വേണ്ട രീതിയിൽ എത്തില്ല എന്ന് എനിക്ക് ഉറപ്പുള്ള ഒരാളാണ് ഞാൻ. കാരണം ഞാൻ കഠിനാധ്വാനം ചെയ്ത് അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളുടെ ഒരു 10% ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ മാജിക് സ്റ്റിക്കിൻ്റെ കാര്യം പിന്നെ ചിന്തിക്കുകയേ വേണ്ടല്ലോ. മനസ്സിലായില്ലേ? നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് അതിനുവേണ്ടി പണവും മുടക്കി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി ചെയ്താലും നിങ്ങൾ ചെയ്യുന്നതിൻ്റെ ഒരു 10% വലിയ വിജയമാകാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ജീവിതത്തിൽ തുടങ്ങിയ പരിപാടികളിൽ 90% പരാജയപ്പെടുത്തിയ ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ല. കാരണം ഒരാൾ അത്ഭുത സിദ്ധി കൊണ്ട് ഒരു കാര്യം ചെയ്യുമെന്നോ അല്ലെങ്കിൽ മായാജാലം കൊണ്ട് കേരളത്തെ ആകെ മാറ്റുമെന്നോ ഒന്നും എനിക്കൊരു പ്രതീക്ഷയില്ല. പിന്നെ കേരളത്തിൽ മനുഷ്യർക്ക് കുറച്ചുകൂടെ കോമൺ സെൻസും അതായത് ചിരിച്ചു കാണിക്കുമ്പോൾ നമ്മൾ വോട്ട് കൊടുക്കുന്ന ആ മനസ്സിൽ നിന്ന് മാറി അപഗ്രഥിച്ചിട്ട് ആളുകളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവ് മലയാളിക്ക് കൊടുക്കണം എന്ന് ഞാൻ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആളുകളെ തിരഞ്ഞെടുക്കുന്നത് ഇലക്ഷനിൽ തിരഞ്ഞെടുക്കും, നമ്മൾ തന്നെ വോട്ട് ചെയ്ത് തിരഞ്ഞെടുത്തിട്ട് പിറ്റേ ദിവസം മുതൽ അവരെ പഴിക്കാനും തുടങ്ങും. ഇല്ലേ? അവരുടെ ഭരണപരാജയങ്ങളെക്കുറിച്ച് ഇല്ല, എന്നിട്ട് വീണ്ടും തിരഞ്ഞെടുക്കും അവരെ തന്നെ. അപ്പോൾ ആളുകളെ ജഡ്ജ് ചെയ്യാനുള്ള ബോധം സമൂഹത്തിന് കൊടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന. എന്നെങ്കിലും നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാനാർത്ഥിയാവണമെങ്കിൽ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് വെച്ച് വരും എന്നുള്ളൊരു തോന്നലുണ്ടോ? എഡ്യൂക്കേഷൻ ഒന്നും അല്ല ഒരാളെ മിടുക്കനാക്കുന്നത്. നല്ല എഡ്യൂക്കേഷനുള്ള എത്രയോ പേര് സ്ഥാനാർത്ഥികളും രാഷ്ട്രീയക്കാരുമായിട്ടുണ്ട്. അവരൊക്കെ എന്താ ചെയ്തത്? അപ്പോൾ ഇത് ഞാൻ പറഞ്ഞല്ലോ, ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് ബിസിനസ് നടത്തുന്ന പോലെയാണ്. പരാജയപ്പെടുന്ന ബിസിനസ്സുകാരുമുണ്ട്, വിജയിക്കുന്ന ബിസിനസ്സുകാരുമുണ്ട്. വിജയിക്കുന്ന ബിസിനസ്സുകാർക്ക് ഒരു കാര്യം നടത്തിയെടുക്കേണ്ടത് എങ്ങനെയെന്നും അത് വിജയിപ്പിക്കേണ്ടത് എങ്ങനെ അറിയുന്ന അനുഭവങ്ങളും ടെക്നിക്കുകളും ഉണ്ട്. നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് ആർക്കും അത്തരം ബിസിനസ് നടത്തി പരിചയമില്ല. അതുകൊണ്ട് അവർക്ക് ഇതെങ്ങനെ നടത്തണമെന്ന് അറിയാം. അവർ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറയുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ബിസിനസ് നടത്തി പരിചയമുണ്ടോ? അവർക്കും ഇല്ല. അപ്പോൾ ഇവർ 2 കൂട്ടരും കൂടെ, ഉദ്യോഗസ്ഥ സംവിധാനവും രാഷ്ട്രീയ സംവിധാനവും കൂടെ എന്തൊക്കെയോ ഊഹങ്ങളുടെ പുറത്ത് കുറേ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നു. അതിൽ ജനങ്ങളുടെ ഭാഗ്യം കൊണ്ടോ അവരുടെ ഭാഗ്യം കൊണ്ടോ കുറച്ചെണ്ണം വിജയിക്കുന്നു. ഈ വിജയിക്കുന്നതിൻ്റെ പേരിൽ അവരങ്ങനെ നിലനിന്ന് പോകുന്നു. ഇത്ര ഉള്ളൂ ഇവിടെ സംഭവിക്കുന്നത്. അല്ലാതെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി നടക്കുന്നതൊക്കെ ചില മേഖലകളിൽ മാത്രമേ ഉള്ളൂ. അത് സിസ്റ്റമാറ്റിക്കായിട്ട് നടക്കേണ്ട ചില മേഖലകളുണ്ട്. അവിടെ നല്ല പ്രഗത്ഭരായ ആളുകളുണ്ട്. അല്ലാതെ പൊതുവായ അല്ലെങ്കിൽ ഭാവിയെക്കുറിച്ചുള്ള ഫ്യൂച്ചറിസ്റ്റിക് പ്ലാനിങ് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ നടക്കുന്നത് പലപ്പോഴും അബദ്ധങ്ങൾ തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വിജയിച്ച പ്രസ്ഥാനത്തിലേക്ക് ഞാൻ 2006, 2007 സഹോദയയുടെ കലോത്സവം നടക്കുകയാണ്. അപ്പം ഞാൻ കൊച്ചു ക്ലാസ്സിൽ പഠിക്കുകയാണ്. കോട്ടയത്തെ ഒരു ലേബർ ഇന്ത്യ എന്ന് പറയുന്ന സ്കൂളിലേക്ക് ഞങ്ങൾ വന്നു. അപ്പോൾ ഈ ലേബർ ഇന്ത്യ സ്കൂളിലേക്ക് വന്ന സമയത്ത് അപ്പം എൻ്റെ ഒരു സുഹൃത്ത്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കൊളങ്ങരയാത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് സഞ്ചാരം എന്നുള്ളൊരു പരിപാടി അറിയാം. ഈ സന്തോഷ് ജോർജ് കുളങ്ങര എന്നുള്ള പേര് അന്നാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. ഞാൻ വന്ന കഥേൻ്റെ അവിടെ നിന്ന് ഒളിഞ്ഞു നോക്കി കേട്ടോ. ഇപ്പം എൻ്റെ ഒരു ഫാൻ മൊമെൻ്റ് ആണ്. പക്ഷേ അന്ന് ഞാൻ അവിടെ ഉണ്ടാവും എനിക്കറിയില്ല. കാരണം ഞാൻ ഈ സ്കൂളിലെ കാര്യങ്ങളൊന്നും ഞാൻ ഇടപെടുന്ന ആളല്ല. അവിടെ വല്ല അതിഥിയായിട്ടൊക്കെ വല്ലപ്പോഴും പോയെങ്കിലേ ഉണ്ടാവുള്ളൂ. അതർവൈസ് എൻ്റെ ഫാദറിനെ ആയിരിക്കും ചിലപ്പോൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. ഞാൻ അന്നൊരു വെള്ള ഷർട്ട് ഇട്ട് അത് എൻ്റെ ഫാദർ ആയിരിക്കും. മിന്നായം പോലെയാണ് കണ്ടത്. അപ്പോൾ ഞാൻ സ്കൂളോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ എൻ്റെ പിതാവ് പിന്നെ എൻ്റെ സഹോദരന് ഒക്കെയാണ് അത് നടത്തുന്നത്. അതിലൊന്നും ഞാൻ മീഡിയ മാത്രമാണ് എൻ്റെ മേഖല. സഫാരി ചാനൽ നടത്തും, പ്രസിദ്ധീകരണം നടത്തും, ഇത് മാത്രമേ എൻ്റെ മേഖലയുള്ളൂ. പക്ഷേ എനിക്ക് അറിയാത്തതുകൊണ്ടാവും എൻ്റെ മനസ്സിൽ വലിയൊരു ഗൂസ് ബംസ് ആണ് വന്നത്. അപ്പോൾ അന്നേരം ഞാൻ അത് എനിക്ക് പഠിക്കണമെന്ന് താല്പര്യമുള്ളൊരു വ്യക്തിയല്ലായിരുന്നു ആ കാലത്ത്. അപ്പോൾ ആ സമയത്ത് അവിടെ വന്നപ്പം ഈ ഹോഴ്സ് റൈഡിങ് പഠിപ്പിക്കുന്നു എന്നൊക്കെ ഞാൻ കേട്ടു. അപ്പോൾ എൻ്റെ മനസ്സിൽ പോലും ഇവിടെ പഠിച്ചാൽ കൊള്ളാം. ലേബർ ഇന്ത്യയുടെ ആദ്യ പേജുകളിൽ വരുന്ന മനോഹരമായ യാത്രാക്കുറിപ്പ്, സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ആ യാത്രാക്കുറിപ്പ് കാത്തിരിക്കാൻ